അപ്പുക്കുട്ടനെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് ഓടി വന്ന് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആവുകയാണ് കേട്ടോ. ഡ്രസ്സിന്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. എക്സൽ ആണ് വാങ്ങിച്ചത്. എനിക്കൊരു ഇത്തിരി ലൂസ് ഉണ്ട് കേട്ടോ, കുറച്ച് ഷേപ്പ് അടിച്ചാൽ നല്ലതായിരിക്കും. ഇതിന്റെ തന്നെ ബ്ലൂ കളറും എല്ലാം എന്റെ കയ്യിലുണ്ട്. കളറെല്ലാം ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് കാറിൽ കയറി വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ അമ്പലത്തിൽ പോയിട്ട് പ്രസാദോടെ വെച്ചേക്കുന്നു. ഉടനെ ഞാൻ എടുത്ത് നെറ്റിയിൽ തൊട്ടു. അമ്മ കണ്ണാടിയൊക്കെ വെച്ച് ഫ്രീക്കത്തിയായിട്ട് ഇരിക്കാൻ കാരണം ഒരു കണ്ണില് തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്ന് ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അമ്മയെ കൊണ്ടുപോവുകയാണ്. എന്റെ കൂടെ അല്ലേ വരുന്നേ? കാടിറങ്ങി ഓടി വരും ഒരു മാട് 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 അമ്മേന്റെ പാട്ട് കേൾക്കുന്ന. അങ്ങനെ ഞങ്ങൾ കാടും വള്ളിയൊക്കെ ഇറങ്ങി ഹോസ്പിറ്റലിലെത്തി. അവിടെ ചെന്ന് നമ്പറും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ 4 പേരും കൂടെ മുന്നിലത്തെ നേരെ തന്നെ നേരത്തങ്ങിയിരുന്നു. ഡോക്ടറെയൊക്കെ കണ്ടിട്ട് നേരെ കണ്ണാടി എടുക്കാൻ വന്നതാണ്. ഞാനും കണ്ണാടി കുറെ നോക്കി കേട്ടോ അമ്മയുടെ കൂട്ടത്തിൽ. അങ്ങനെ കുറെ നേരത്തെ അംഗത്തിന് ശേഷം ഞങ്ങൾ 2 പേരും കണ്ണാടിയൊക്കെ സെലക്ട് ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിയിലെങ്കിൽ പിന്നെ ഒരു ചായയും വടയൊക്കെ കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് ഒരു കടയിൽ കയറി. അങ്ങനെ കടവാതിൽ തുറന്ന് നടുവാതിലിനെ അകത്ത് കയറ്റിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തു. എനിക്ക് എവിടെ പോയാലും മുട്ട പപ്സ് കഴിഞ്ഞിട്ട് ഒരു സാധനം ഉള്ളൂ കേട്ടോ. ഞാൻ 2 മുട്ട പപ്സ് വാങ്ങിച്ചു, ചേച്ചി വേറെ ഏതോ റോള് വാങ്ങിച്ചു. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എന്റെ മുട്ട പപ്സ് തന്നെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അമ്മയൊക്കെ വടയും കാര്യങ്ങളും ഒക്കെയാണ് വാങ്ങിച്ചത്. ഞാൻ പിന്നെ ചായ കുടിക്കാത്തതുകൊണ്ട് അതിന്റെ കാര്യം എനിക്കില്ലായിരുന്നു. ശേഷം വയറിനൊരു ഒതുക്കം വരാൻ വേണ്ടിയിട്ട് ഞാൻ പൈനാപ്പിൾ ജ്യൂസും കുടിച്ചു കേട്ടോ, പഞ്ചാര ഇടാതെ. അപ്പൊ ഈ വാച്ച് കയ്യിൽ ഇട്ടേക്കുന്നതിന്റെ ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.